ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 34. അവരുടെ സംസാരം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന അമലിൻ്റെ നെറ്റി ചുളിഞ്ഞു. അല്ല ഡാനി, നിങ്ങൾ കിരണിനെ അന്വേഷിച്ചല്ലേ വന്നത്? എന്നിട്ടിപ്പോൾ മീരയെപ്പറ്റി ചോദിക്കുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? നിങ്ങൾ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞ കഥകൾ കേട്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു സംശയം തോന്നിയിരുന്നു. സത്യം പറ, നിങ്ങൾ ആരെ അന്വേഷിച്ചാണ് വന്നത്? കിരണിനെയോ അതോ മീരയെയോ? അതിലിപ്പോൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല അമൽ. കിരണിനെ തന്നെ, അതോടൊപ്പം മീരയെയും. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ കിരണിൻ്റെ ഭാവി വധു മീരയെപ്പറ്റി. ഡാനി പെട്ടെന്ന് കാര്യങ്ങളൊന്ന് ക്രമീകരിച്ചു പറഞ്ഞു. ശരി, അത് വിട്. എന്തു തന്നെയാണെങ്കിലും നിങ്ങൾക്കുള്ള ഉത്തരം പൂർണ്ണമായും എൻ്റെ കയ്യിലില്ല. എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറയാം. അവർക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് ജോസഫ് എന്തൊക്കെയോ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പിന്നെ സാവധാനം പറയാൻ തുടങ്ങി. എന്നെക്കാളും മൂത്തവരാണ് അവർ രണ്ടുപേരും. ചെറുപ്പത്തിൽ എനിക്കവരെ നന്നായി അറിയാമായിരുന്നു. 7ാം ക്ലാസ് കഴിഞ്ഞതിൽ പിന്നെ ഞാൻ അവിടെയല്ല പഠിച്ചത്. എനിക്ക് നവോദയ വിദ്യാലയത്തിൽ പ്രവേശനം കിട്ടിയതോടെ ആ നാടുമായുള്ള ബന്ധം കുറഞ്ഞു. പിന്നെ പലപ്പോഴും ഏതെങ്കിലും അവധിക്കാലത്ത് വന്നാലായി. ആ അവധിക്കാലങ്ങളിൽ കൂടുതലും ഞാൻ ചെലവഴിച്ചത് അമ്മയുടെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് പിന്നീട് നടന്ന കാര്യങ്ങൾ എനിക്ക് വലിയ വ്യക്തതയില്ല. അകലം അടുപ്പം കുറയ്ക്കുമെന്ന് പറയില്ലേ, അതുപോലെ തന്നെ കാലം കൂടുമ്പോൾ നമ്മൾ മനുഷ്യരെ മറന്നു പോകും. ജോസഫ് ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. ഓ, നിങ്ങൾ ഈ നാട്ടിലേക്ക് തിരികെ വന്നിട്ട് അധിക കാലമായിട്ടില്ലല്ലോ അല്ലേ? ആ കാര്യം ഞാൻ ഓർത്തില്ല. അതെങ്ങനെയാ? ഈ നാട് വിട്ട് എങ്ങനെയെങ്കിലും നാട്ടും പുറത്ത് സെറ്റാവണമെന്ന് വിചാരിച്ചതാ. അപ്പോഴാണ് ഈ കുരുത്തം കിട്ടവൻ എൻ്റെ മോളെ അടിച്ചുകൊണ്ട് പോകുന്നത്. എന്തായാലും ആകെയുള്ള സമ്പാദ്യം ഹൈറേഞ്ചിൽ തന്നെ തുടരുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് മാത്രമായി എവിടേക്കും പോകാനാകില്ലല്ലോ. അതുകൊണ്ട് മരിക്കുന്നത് വരെ ഞങ്ങളുടെ മോളെ കണ്ടുകൊണ്ടെങ്കിലും ജീവിക്കാമല്ലോ എന്ന് കരുതി. അതുകൊണ്ട് മാത്രമാ ഞങ്ങൾ ഇവിടേക്ക് തിരികെ വന്നത്. അമലിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് അദ്ദേഹം മകൾക്ക് നേരെ കൂർപ്പിച്ചൊരു നോട്ടം നോക്കി. എന്താണെങ്കിലും എൻ്റെ സുരക്ഷ മോശമായില്ലല്ലോ. എന്നെക്കാട്ടിലും ഇപ്പോൾ ഡാഡിക്ക് ഇഷ്ടം ഇവനെയല്ലേ? അത് നീ പറഞ്ഞത് ശരിയാ. ഇവൻ തങ്കമാ, നല്ല പത്തരമാറ്റ് തങ്കം. ഡയാന പറയുമ്പോൾ അമലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജോസഫ് പറഞ്ഞു. ആഹാ, അമൽ സാധാരണക്കാരനൊന്നുമല്ല അല്ലേ? ഒരു പെൺകുട്ടിയെ അടിച്ചുകൊണ്ട് വരാനുള്ള ധൈര്യമൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഡാനി പുഞ്ചിരിയോടെ പറഞ്ഞു. അതൊക്കെ പോട്ടെ, പിന്നീട് കിരണിനും മീരയ്ക്കും എന്താണ് സംഭവിച്ചത്? അതറിയാൻ വല്ല വഴിയുമുണ്ടോ? ഞാനൊന്ന് ഓർത്തു നോക്കട്ടെ. എന്തെങ്കിലും വഴി ഉണ്ടാകാതിരിക്കില്ല. അത് പറഞ്ഞുകൊണ്ട് ജോസഫ് ആലോചനയിലാണ്ടു. കാര്യങ്ങൾ അല്പം രഹസ്യമായി അറിഞ്ഞാൽ നന്നായിരുന്നു. നമ്മുടെ അന്വേഷണം ജീവിച്ചിരിക്കുന്നവരെ ഒരു കാരണത്തെ കൊണ്ടും ബുദ്ധിമുട്ടിപ്പിക്കരുത്, പ്രത്യേകിച്ചും മീരയെ. ഡാനി തൻ്റെ മനസ്സിലെ ആശങ്ക പങ്കുവെച്ചു. അതും ശരിയാണ്. ഒരു പെൺകുട്ടിയെ പറ്റി അന്വേഷിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. മാത്രവുമല്ല, പുതിയ തലമുറയോട് അവരെപ്പറ്റി ചോദിച്ചിട്ട് കാര്യമില്ല. അല്പം പ്രായമുള്ളവരോട് വേണം അവരെപ്പറ്റി അന്വേഷിക്കാൻ. വെറുതെ ആരോടും ചോദിക്കാനാകില്ലല്ലോ. അത്രയും വിശ്വസ്തരായ ആളുകൾ വേണം. അങ്ങനെ ഇപ്പോൾ ആരാ ഉള്ളത്? അത് പറഞ്ഞുകൊണ്ട് ജോസഫ് വീണ്ടും ചിന്തയിൽ മുഴുകി. അവരുടെ വീടും പറമ്പുമൊക്കെ ഇപ്പോൾ? പെട്ടെന്നാണ് ഡാനിയുടെ ചോദ്യം വന്നത്. അതിനുള്ള ഉത്തരം എനിക്ക് തരാനാകും. മനുഷ്യരെ പറ്റി അറിയില്ലെങ്കിലും ആ വീടിനെ പറ്റി എനിക്കറിയാം. അധിക കാലമൊന്നും ആയിട്ടില്ല അത് ഞാൻ അറിഞ്ഞിട്ട്. അതൊരു വലിയ കഥയാണ്. ജോസഫ് തുടർന്നു. ഹൈറേഞ്ചിൽ കുടിയേറി പാർത്ത 2 കുടുംബങ്ങളായിരുന്നു വർഗീസിൻ്റെയും ഫ്രാൻസിയുടേതും. കഠിനാധ്വാനത്തിലൂടെ അവർ വലിയ നിലയിലുമെത്തി. വർഗീസ് ബിസിനസ് രംഗത്തേക്ക് തിരിഞ്ഞപ്പോൾ ഫ്രാൻസി ഒരു കർഷകനായി തന്നെ തുടർന്നു. ആ കുടുംബങ്ങൾ തമ്മിൽ ഇണപിരിയാത്ത ആത്മബന്ധമുണ്ടായിരുന്നു. പക്ഷേ വർഗീസിൻ്റെ ഒരു പിടിപ്പുകേട് ആ ജീവിതങ്ങളെ അപ്പാടെ മാറ്റിമറിച്ചു. ബിസിനസ് ആവശ്യത്തിനായി അദ്ദേഹം വലിയൊരു തുക ലോൺ എടുത്തു. ഒടുവിൽ വീട് ജപ്തിയാകുന്ന അവസ്ഥയിലുമെത്തി. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിക്കുന്നത്. പിന്നാലെ വർഗീസും പോയി. അവരുടെ മരണങ്ങൾ ആത്മഹത്യയാണെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഒന്നിനും വ്യക്തതയില്ല. ബാങ്ക് ആ 2 വീടുകളും പ്രോപ്പർട്ടികളും ജപ്തി ചെയ്ത് ലേലത്തിൽ വെച്ചു. ആ വീടുകളിൽ ബാക്കിയുണ്ടായിരുന്നവർ പിന്നീട് എവിടേക്കോ പോയി. കഥ അവിടം കൊണ്ടൊന്നും തീർന്നില്ല. അതൊരു ശാപം പിടിച്ച വീടാണെന്ന് തോന്നുന്നു. അതോ അവിടം വിട്ടുപോകാൻ മടിക്കുന്ന ആരുടെയെങ്കിലുമൊക്കെ സാമീപ്യമാണോ? ഒന്നും അറിയില്ല. ഒരുപാട് ദുരൂഹതകൾ. അത് പറഞ്ഞുകൊണ്ട് ജോസഫ് ദീർഘമായി നിശ്വസിച്ചു. അതെന്താ അങ്ങനെ പറയാൻ?
ഡാനി ആകാംക്ഷയോട് ചോദിച്ചു. അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല ഡാനി. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നീട് അവിടെ സംഭവിച്ചത്. പത്രപരസ്യം കണ്ട് ചങ്ങനാശ്ശേരിക്കാരനായ ഒരു അച്ചായൻ ആ വീടും സ്ഥലവും വാങ്ങാൻ വന്നു. അദ്ദേഹത്തിന് 2 ആൺമക്കളായിരുന്നു. തൊട്ടടുത്തായി 2 വീടുകൾ കണ്ടപ്പോൾ മറ്റൊന്നും നോക്കാതെ അദ്ദേഹം അത് വാങ്ങി. അന്ന് ആ സ്ഥലം വാങ്ങി മടങ്ങിയ അദ്ദേഹത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയില്ല. ആ വീടും പറമ്പും നോക്കാൻ പിന്നെ ആരും അവിടേക്ക് വന്നിട്ടില്ല. ഉടമയെപ്പറ്റി ആരും പിന്നീട് അന്വേഷിച്ചില്ലേ? മാഷ് പറഞ്ഞു നിർത്തിയപ്പോൾ ഡാനി തിരക്കി. ആർക്കാ അതിൻ്റെയൊക്കെ പുറകെ പോകാൻ നേരം? ഈ കഥകളൊക്കെ കേട്ടപ്പോൾ ഒരു ദിവസം വെറുമൊരു കൗതുകത്തിന് ഞാൻ അവിടം വരെ ഒന്ന് പോയിരുന്നു. ആ 2 വീടുകളും പൂർണ്ണമായും നശിച്ചു തുടങ്ങി. ആ പറമ്പാണെങ്കിൽ കാട് പിടിച്ചു കിടക്കുകയാണ്. അവിടെ ആത്മാക്കളുണ്ടെന്നും പ്രേതങ്ങളുണ്ടെന്നുമൊക്കെ നാട്ടുകാർ പറയാറുണ്ട്. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. എങ്കിലും അവിടെ എന്തൊക്കെയോ ദുരൂഹതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ജോസഫ് പറഞ്ഞു നിർത്തിയ ശേഷവും ആ മുറിയിൽ കുറേ നേരം നിശബ്ദത തളം കെട്ടി നിന്നു. കേട്ട കഥകൾ ഉൾക്കൊള്ളാനാകാതെ എല്ലാവരും ആലോചനയിലാണ്ടു. അവരെ പറ്റി അറിയാൻ ഒരു വഴിയുണ്ട്. ഇവിടം വിട്ടുപോയ ശേഷം അവർ ബന്ധപ്പെടാൻ സാധ്യതയുള്ള ഒരേ ഒരാൾ നമ്മുടെ കപ്പ്യാർ ജോസുകുട്ടിയാണ്. 15-ാം വയസ്സിൽ തുടങ്ങിയതാ അയാൾ ആ പണി. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇന്നു വരെ ജോസുകുട്ടി തന്നെയാണ് ആ പള്ളിയിലെ കപ്പ്യാർ. നമുക്കൊന്ന് പോയി അദ്ദേഹത്തെ കണ്ടാലോ? കുറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ജോസഫ് ആവേശത്തോടെ പറഞ്ഞു. എന്നാൽ വാ, ഇപ്പോൾ തന്നെ നമുക്ക് പോയേക്കാം. അമൽ ചാടി എഴുന്നേറ്റ് വാഹനത്തിന് താക്കോലെടുത്തു. ഒന്ന് വിളിച്ചു പോലും പറയാതെ പോകുന്നത് ശരിയാകുമോ? അദ്ദേഹത്തിന് തിരക്കാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഡാനി തൻ്റെ സംശയം പ്രകടിപ്പിച്ചു. ഡോണ്ട് വറി ഡാനി, വിദേശത്തെ മര്യാദകളൊന്നും ഞങ്ങൾ ഗ്രാമീണർക്കില്ല. വിളിച്ചു പറഞ്ഞാലും ഇല്ലെങ്കിലും ആർക്കും ഒരു പരാതിയും ഉണ്ടാകില്ല. നമുക്ക് പോയി നോക്കാം. ഇത്രയും കഥകൾ കേട്ടപ്പോൾ എനിക്കും അവരെ പറ്റി അറിയാൻ വലിയ ആഗ്രഹമുണ്ട്. കണ്ടാൽ കണ്ടു, ഇല്ലെങ്കിലില്ല. എന്നാൽ പിന്നെ നമുക്ക് വിട്ടാലോ? അമൽ ആവേശത്തോട് ചോദിച്ചു. മറുപടി ഒന്നും പറയാതെ ഡാനി പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ തയ്യാറായി. ഡയാന, ഞങ്ങളൊന്ന് പുറത്തു പോകുകയാണ്. പിള്ളാരെയും അമ്മച്ചിയെയും നോക്കിക്കൊള്ളണേ. വിളിച്ചു പറഞ്ഞുകൊണ്ട് മറുപടിക്ക് കാത്തു നിൽക്കാതെ അമൽ വാഹനം സ്റ്റാർട്ട് ചെയ്തു. അവരിപ്പോൾ എങ്ങോട്ടാ പോയത്? അമേലിയ അതിശയത്തോടെ ചോദിച്ചു. അറിയില്ല കൊച്ചേ. 3 പേരും കൂടി എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. അവർ പെട്ടെന്ന് ഇങ്ങെത്തും. അതുവരെ നമുക്ക് ക്യാരംസ് കളിച്ചാലോ? അത് അമ്മച്ചിക്കും വലിയ ഇഷ്ടമാ. പക്ഷെ ഒരു കാര്യം, അമ്മച്ചിയെ തോൽപ്പിച്ചേക്കരുത് കേട്ടോ. പണി പാലും വെള്ളത്തിൽ കിട്ടും. ഡയാന ചിരിച്ചുകൊണ്ട് അവരെയും കൂട്ടി അമ്മച്ചിയുടെ മുറിയിലേക്ക് നടന്നു. ആ സമയം കാടും മലകളും കടന്ന് ആ വാഹനം കുതിച്ചു പായുകയായിരുന്നു. ഏകദേശം അരമണിക്കൂറിന് ശേഷം പള്ളിമുറ്റത്തിന്റെ താഴെയുള്ള ഗ്രൗണ്ടിൽ അമൽ വാഹനം നിർത്തി. അവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്കടുത്തേക്ക് ജോസഫ് മാഷ് നടന്നു. മാഷിനെ കണ്ടതും കളി നിർത്തി കുട്ടികൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി. എടാ പിള്ളാരെ, നമ്മുടെ ജോസുകുട്ടി എവിടെയുണ്ട്? മാഷേ, അദ്ദേഹം മുകളിലുണ്ടാകും. മാഷ് പള്ളിയുടെ മുൻപിൽ നിൽക്കൂ. ഞാൻ ഇപ്പോൾ തന്നെ പോയി വിളിച്ചുകൊണ്ടുവരാം. ബഹുമാനത്തോടെ അത് പറഞ്ഞുകൊണ്ട് ഒരു ബാലൻ പള്ളിയുടെ മുകളിലെ മുറിയിലേക്ക് ഓടി മറിഞ്ഞു. വൈകുന്നേരത്തെ തണുത്ത ഇളംകാറ്റ് ഡാനിയെ പൊതിഞ്ഞു കടന്നുപോയി. പള്ളി നിൽക്കുന്ന ആ കുന്നിൻ പുറത്തു നിന്ന് താഴേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. പച്ചപ്പട്ടണിഞ്ഞ പാടശേഖരങ്ങളും അവയ്ക്കിടയിലൂടെ പാമ്പൊഴയുന്നത് പോലെ ഒഴുകുന്ന തോടും. ആ നാടിന്റെ നിഷ്കളങ്കമായ സൗന്ദര്യം ഡാനിയുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. കാറ്റിനൊപ്പം മീരയെപ്പറ്റിയുള്ള ചിന്തകൾ ഒരു കുളിർമഴ പോലെ അവന്റെ മനസ്സിലേക്ക് പെയ്തിറങ്ങി. ഈ മണ്ണിലായിരിക്കാം മീര അവളുടെ കൗമാരകാലം ഓടിക്കളിച്ചു തീർത്തത്. അവളുടെ എത്രയോ ഓർമ്മകൾ ഈ പള്ളിമുറ്റത്തെ ഓരോ കല്ലുകൾക്കും പറയാനുണ്ടാകും. പള്ളിയുടെ മുൻവശത്ത് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വാഗമരത്തിൽ ചാരി നിന്ന് ഡാനി ആലോചനയിൽ മുഴുകി. അപ്പോൾ ചെറിയൊരു മന്ദമാരുതൻ വീശിയിടിച്ചു. അതിൽ ചെറുതായി ഒന്നിളകിയ വാഗമരച്ചില്ലകൾ അവനെ സ്വാഗതം ചെയ്യാൻ എന്നതുപോലെ ചുവന്ന പൂക്കൾ അവന്റെ ശിരസിലേക്ക് പെയ്തിറക്കി. ആ ചുവന്ന പൂക്കൾക്കിടയിൽ നിന്ന് അവൻ മീരയുടെ ചിരിക്കുന്ന മുഖം തിരയുകയായിരുന്നു. ആഹാ, ജോസഫ് മാഷായിരുന്നോ? എന്തിനാ മാഷെ ഇങ്ങോട്ട് കഷ്ടപ്പെട്ടത്? ആരോടെങ്കിലും ഒന്ന് പറഞ്ഞയച്ചിരുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? മനോഹരമായ ഒരു പുഞ്ചിരിയോടെ ജോസുകുട്ടി മാഷിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ മുഖത്തെ തെളിച്ചം ഡാനിയിൽ ഒരു പ്രതീക്ഷ നൽകി. ജോസൂട്ടി, ഇത് ഡാനി. ഇദ്ദേഹം എൻ്റെ സുഹൃത്താണ്. ഇംഗ്ലണ്ടിൽ നിന്ന് ഒരാളെ തിരക്കി വന്നതാണ്. നിനക്ക് അയാളെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് സഹായിക്കണം.
വളച്ചുകെട്ടില്ലാതെ മാഷ് കാര്യത്തിലേക്ക് കടന്നു. കർത്താവേ, ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ എന്നെ അന്വേഷിച്ച ആളെത്തി തുടങ്ങിയോ? എന്തായാലും ചോദിച്ചോളൂ. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായും ഞാൻ പറഞ്ഞു തരാം. ജോസുകുട്ടി തമാശ കലർന്ന സ്വരത്തിൽ പറഞ്ഞു. എടാ, നീ ഒരു മീരയെ അറിയുമോ? നിന്റെ കൂടെ പഠിച്ചതാണെന്ന് തോന്നുന്നു. നമ്മുടെ പഴയ ചക്കാലയ്ക്കൽ വർഗീസിയേട്ടൻ്റെ മകൾ. ജോസഫ് ആകാംക്ഷയോടെ ചോദിച്ചു. ആ പേര് കേട്ടതും ജോസുകുട്ടിയുടെ മുഖത്തെ ചിരി സാവധാനം മാഞ്ഞു. അല്പനേരത്തെ മൗനത്തിന് ശേഷം ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ അവൻ തിരികെ ചോദിച്ചു. മാഷേ, നമ്മുടെ കിച്ചുവിൻ്റെ മേരിയുടെ കാര്യമാണോ നിങ്ങൾ ചോദിക്കുന്നത്? അതെ, കിരണിന് അങ്ങനെ ഒരു പേര് കൂടിയുണ്ട്, കിച്ചു എന്ന് ഡാനി മെല്ലെ പറഞ്ഞു. അവരെ ആർക്കാ മാഷെ അറിയാത്തത്? ജോസുകുട്ടിയുടെ സ്വരത്തിലെ ആർദ്രതയിൽ പഴയ കാലത്തിന്റെ ഓർമ്മകൾ ഇരമ്പുന്നുണ്ടായിരുന്നു. ഈ നാട്ടിൽ എൻ്റെ പ്രായത്തിലുള്ള ആരോട് ചോദിച്ചാലും അവരെപ്പറ്റി വാതൊരാതെ പറയും. ഇതുപോലെ സ്നേഹമുള്ള രണ്ടുപേരെ ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ കാണാനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രായഭേദമന്യേ എല്ലാവർക്കും പ്രിയപ്പെട്ടവർ, സ്നേഹം കൊണ്ട് ഈ നാടിനെ കീഴടക്കിയവർ. അവരുടെ ആത്മബന്ധം കണ്ട് ദൈവങ്ങൾക്ക് പോലും അസൂയ തോന്നിയിട്ടുണ്ടാകും. അതുകൊണ്ടാവാം വിധി ഇത്ര ക്രൂരമായി അവരെ തോൽപ്പിച്ചു കളഞ്ഞത്. അത് പറയുമ്പോൾ ജോസുകുട്ടിയുടെ കണ്ണുകൾ ഈറനണിയുന്നുണ്ടായിരുന്നു. ആ നനവ് ഡാനിയുടെ ഹൃദയത്തിൽ ഒരു വിങ്ങലായി പടർന്നു. ജോസൂട്ടി ചേട്ടാ, കിരണും മീരയും അവരിപ്പോൾ എവിടെയുണ്ട്? അവരെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയാമോ? ചെറുപ്പത്തിന്റെ ആകാംക്ഷയോടെ അമൽ ഇടയ്ക്ക് കയറി ചോദിച്ചു. ആ ചോദ്യം കേട്ടതും ജോസുകുട്ടി ഒരു നിമിഷം നിശബ്ദനായി. ഒരു പ്രേതത്തെ കാണുന്നത് പോലെ അയാൾ അമലിനെ ഒന്ന് നോക്കി. ചേട്ടായിയേ, വെല്ലിച്ചൻ വിളിക്കുന്നുണ്ട്, ഒന്ന് വന്നിട്ട് പോകാമോ? ഏകദേശം 12 വയസ്സ് തോന്നിക്കുന്ന ഒരു ബാലൻ ഓടി വന്ന് ചോദിച്ചപ്പോൾ ജോസുകുട്ടിയുടെ മൗനം മുറിഞ്ഞു. വെല്ലിച്ചന് പ്രായമായതാ, കണ്ണും ശരിക്ക് കാണില്ല. ഞാൻ ചെന്നില്ലെങ്കിൽ എവിടെയെങ്കിലും തപ്പിത്തടഞ്ഞു വീഴും. നിങ്ങൾ എവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. പരിഭ്രമത്തോടെ അത് പറഞ്ഞ് ജോസുകുട്ടി ധൃതിയിൽ ഉള്ളിലേക്ക് നടന്നു. അയാൾ മറയുന്നത് നോക്കി നിന്ന ഡാനി ദീർഘമായി നിശ്വസിച്ചു. ഈ വരവ് വെറുതെ ആകില്ല ഡാനി. അദ്ദേഹത്തിന് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം. നമുക്ക് അതുവരെ സെമിത്തേരി വരെ ഒന്ന് പോയാലോ? ജോസഫ് സാവധാനം ചോദിച്ചു. എന്തിനാ ഡാഡി സെമിത്തേരിയിൽ പോകുന്നത്? നമ്മുടെ ബന്ധുക്കൾ ആരും ഈ പള്ളിയിൽ ഇല്ലല്ലോ. അമൽ നെറ്റി ചുളിച്ചു. ആഹാ, ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സെമിത്തേരിയിൽ പോകാവൂ എന്ന് നിനക്ക് ആരാ പറഞ്ഞു തന്നത്? ജോസഫ് അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ ബെസ്റ്റ്. വെറുതെ സെമിത്തേരിയിലൊക്കെ ചുറ്റിത്തിരിഞ്ഞാൽ വല്ല ആത്മാക്കളും കൂടെ കൂടും. എനിക്ക് പേടിയാ ഡാഡി. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് വാ. അമൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എടാ മോനെ, ഇതാണ് ചെറുപ്പത്തിന്റെ തിളപ്പ്. ജോസഫ് അവന്റെ തോളിൽ കൈവച്ചു. സാധിക്കുന്ന സമയത്തൊക്കെ ഇത്തരം ഇടങ്ങളിൽ പോകണം. മനുഷ്യ ജീവിതത്തിന്റെ നിസ്സാരത അനുഭവിച്ചറിയാൻ അവിടം സഹായിക്കും. അവിടെ ആരെയൊക്കെയോ കാത്ത് ആരെങ്കിലുമൊക്കെ വരുമെന്ന പ്രതീക്ഷയിൽ മണ്ണടിഞ്ഞു കിടക്കുന്നവരുണ്ട്. പലരും ലോകത്താൽ മറക്കപ്പെട്ടവർ. ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥനയാണ് ആ ആത്മാക്കളുടെ മോക്ഷത്തിലേക്കുള്ള വഴി. അതുകൊണ്ട് ഓരോ സിമിത്തേരിയിൽ എത്തുമ്പോഴും പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത ആത്മാക്കളെ ഓർത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നത് പുണ്യമാണ്. അത് പറഞ്ഞുകൊണ്ട് അമലിന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഗൗരവമേറിയ ചിന്തകളോടെ ജോസഫ് മുന്നോട്ട് നടന്നു. വാടാനി, നമുക്കും പോകാം. പപ്പ ഒരു വെറൈറ്റി പീസാ കേട്ടോ. അമൽ തമാശ രൂപേണ ഡാനിയുടെ കൈ പിടിച്ചു വലിച്ചു. സെമിത്തേരിയുടെ ശാന്തതയിൽ ജോസഫ് പ്രാർത്ഥനയെ മുഴുകിയപ്പോൾ ഒന്നും ചെയ്യാനില്ലാതെ അമൽ ആ ശവകുടീരങ്ങളിലേക്ക് നോക്കി നിന്നു. ആധുനിക രീതിയിൽ പണിതീർത്ത മാർബിൾ കല്ലറുകൾ അവിടെ തല ഉയർത്തി നിൽക്കുന്നു. എന്നാൽ ഒരു മൂലയിലായി കാലപ്പഴക്കം ചെന്ന ചില മൺകുടീരങ്ങൾ ഇപ്പോഴുമുണ്ട്. പണ്ടത്തെ തെമ്മാടിക്കുഴികൾ. ആത്മഹത്യ എന്ന മഹാപാപത്തിലൂടെ ആത്മാവിനെ ത്യജിച്ച പാവം മനുഷ്യരുടെ കല്ലറകൾ. അവരുടെ പേര് വിവരങ്ങൾ കൊത്തിയ മങ്ങിയ കുരിശുകൾ ആ മൺകൂനയ്ക്കുമീതെ കാവൽ നിൽക്കുന്നു. എത്ര കാലം കഴിഞ്ഞാലും തങ്ങൾ ആരായിരുന്നു എന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു എളിയ ശ്രമം. ഡാനി, ദേ അവിടേക്ക് നോക്കിയേ. അമൽ ചൂണ്ടിക്കാണിച്ച ഇടത്തേക്ക് ഡാനി ആകാംക്ഷയോടെ നോക്കി. അതാണെന്ന് തോന്നുന്നു മീരയുടെ പപ്പയും മമ്മിയും. ചക്കാലയ്ക്കൽ വർഗീസ് എന്നാണ് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. അമൽ ആവേശത്തോടെ പറഞ്ഞു. അതെ, അത് വർഗീസ് ചേട്ടന്റെ കുഴിമാടമാണ്. പണ്ട് അതൊരു തെമ്മാടിക്കുഴിയായിരുന്നു. പിന്നെ കാലം കുറെ മാറിയപ്പോൾ അതിലും പേരുകൾ വന്നു. അപ്പൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജോസഫ് അത് ശരിവെച്ചുകൊണ്ട് പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും ഡാനിയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ടവരോ ഓടിയെടുക്കുന്ന ഒരു
കൊച്ചുകുട്ടിയുടെ ആവേശത്തോടെ അവൻ ആ കുഴിമാടം ലക്ഷ്യമാക്കി നടന്നു. ആ മൺകൂനയ്ക്ക് മുൻപിൽ മുട്ടുകുത്തി നിന്ന് ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. പിന്നെ വിറയ്ക്കുന്ന കൈകളോടെ ആ ശവകുടീരത്തിലേക്ക് തല ചായ്ച്ചു. പപ്പ, ഞാൻ ഡാനി. പപ്പയ്ക്ക് എന്നെ അറിയില്ലായിരിക്കും. പക്ഷേ പപ്പയുടെ മകളുടെ ജീവിതയാത്രയിൽ അവിചാരിതമായി ഞാനും ഒരു ഭാഗമായി തീർന്നു. അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. മീരയ്ക്ക് ഇവിടെ വന്ന് പപ്പയോട് ഇതൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടാകില്ല. പാവം കുട്ടി. ഈ ജീവിതത്തിൽ അവൾ ഒരുപാട് അനുഭവിച്ചു തീർത്തിട്ടുണ്ട്. അവൾ എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾ എനിക്കൊരിക്കലും മറക്കാനാകില്ല. അതിന് നന്ദി പറയാൻ മാത്രമല്ല ഞാൻ വന്നത്. അവൻ ഒരു നിമിഷം നിർത്തി. മീരയെ ഞാൻ അത്രമേൽ സ്നേഹിക്കുന്നു. അവളെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എൻ്റെ മകളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആ ഇഷ്ടം നേടിയെടുക്കാൻ കഴിയുമോ എന്ന വലിയൊരു പ്രതീക്ഷയോടെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ജീവിതത്തിൻ്റെ പാതി വഴികൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനിയും ഈ വേർപാട് താങ്ങാൻ എനിക്കാകുന്നില്ല. പപ്പയുടെ മോളെ എനിക്ക് തന്നുകൂടെ? അവൻ്റെ കണ്ണുനീർത്തുള്ളികൾ ആ മണ്ണിലേക്ക് അടർന്നു വീണു. തൻ്റെ ഹൃദയം ആ പപ്പയുടെ ആത്മാവിന് മുമ്പ് തുറന്നു വെച്ച് അവൻ അവിടെ തന്നെ ഇരുന്നു. പെട്ടെന്നായിരുന്നു കാലാവസ്ഥയിൽ ആ മാറ്റം സംഭവിച്ചത്. അതുവരെ തെളിഞ്ഞു നിന്ന ആകാശം പെട്ടെന്ന് ഇരുണ്ടുകൂടി. ഒരു ഇടിമുഴക്കത്തോടെ വലിയ മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് ആഞ്ഞുപതിച്ചു. നിമിഷങ്ങൾക്കകം മഴ ആർത്തു പെയ്യാൻ തുടങ്ങി. ആ മഴ ഡാനിയെ അടിമുടി നനച്ചു. അത് ആത്മാക്കളുടെ ശാപമാണോ കോപമാണോ അതോ സമ്മതമൂളിയുടെ അനുഗ്രഹമാണോ എന്ന് തിരിച്ചറിയാനാവാതെ ഡാനി ആ മഴയത്ത് തരിച്ചിരുന്നു. ഡാനി, ഓടി വാ, മഴ നനയണ്ട, അമൽ വിളിച്ചു പറഞ്ഞു. അമലിന്റെ വിളി കേട്ട് ഡാനി വേഗത്തിൽ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങിയതായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി അവന്റെ കാൽ എന്തിലോ തടഞ്ഞു. നിയന്ത്രണം വിട്ട് അവൻ ആർത്തലച്ചു പെയ്യുന്ന മഴയത്ത് ഒരു ശവകുടീരത്തിന് മുകളിലേക്ക് വീണു. മോനെ ഡാനി! ജോസഫ് പരിഭ്രാന്തിയോടെ ഓടി വന്ന് അവനെ താങ്ങി. എഴുന്നേൽക്കാൻ വേണ്ടി ഡാനി കൈ നീട്ടിയെങ്കിലും പെട്ടെന്ന് അവന്റെ കണ്ണുകൾ ആ കല്ലറയിലെ അക്ഷരങ്ങളിൽ തറഞ്ഞുപോയി. ജോസഫ് മാഷും ആ കാഴ്ച കണ്ട് പകച്ചു നിന്നു. അപ്പോഴേക്കും അമലും അവരുടെ അടുത്തേക്ക് ഓടിയെത്തിയിരുന്നു. അമൽ, ദേ ഇതൊന്നും നോക്കിക്കേ. ഡാനിയുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. കിരൺ ഫ്രാൻസിസ്. അമലിന്റെ ചുണ്ടുകൾ ആ പേര് മന്ത്രിച്ചു. ഡാനി ഞെട്ടലോടെ ആ കല്ലറയിലേക്ക് വീണ്ടും നോക്കി. അവർ തിരയുന്ന സത്യത്തിലേക്ക് കാലം കരുതി വെച്ച ഒരു വഴിത്തിരിവായിരുന്നു അത്. നിങ്ങൾ വേഗം ഇവിടേക്ക് കയറി നിൽക്ക്. കാലം തെറ്റിയ മഴയാ, നനഞ്ഞാൽ പനി പിടിക്കും. സെമിത്തേരിയോട് ചേർന്നുള്ള ചെറിയ കപ്പേളയിൽ നിന്നും ജോസുകുട്ടി വിളിച്ചു പറഞ്ഞു. വാ ഡാനി. തരിച്ചു നിന്ന് ഡാനിയുടെ കൈ പിടിച്ചു വലിച്ച് അമൽ കപ്പേളയിലേക്ക് നടന്നു. കപ്പേളയുടെ ഉള്ളിലെ മങ്ങിയ വെളിച്ചത്തിൽ ജോസുകുട്ടിയുടെ മുഖം കൂടുതൽ ഗൗരവമുള്ളതായി തോന്നി. അമലിന് കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല. ജോസുകുട്ടി ചേട്ടാ, കിരണിന് എന്താ പറ്റിയത്? മീര അവരിപ്പോൾ എവിടെയാണ്? അപ്പോൾ ഞാൻ പറയാതെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലേ? ജോസുകുട്ടി ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. എൻ്റെ കൊച്ചേ, അതൊരു വലിയ കഥയാണ്. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കഥ. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? എനിക്ക് ആകാംക്ഷ അടക്കാൻ പറ്റുന്നില്ല. അമൽ അടക്കാനാകാത്ത ആവേശത്തോടെ പറഞ്ഞു. ചില കഥകൾ കേൾക്കുന്നവർക്ക് ആകാംക്ഷയാണെങ്കിൽ അത് അനുഭവിച്ചവർക്ക് അത് ആജീവനാന്തം നീറുന്ന വേദനയായിരിക്കും. ഡാനി മനസ്സിലോർത്തു. കേൾക്കാൻ അത്ര സുഖമുള്ള കഥയൊന്നുമല്ല ഇത്. എങ്കിലും ഇത്ര ദൂരം അവരെ അന്വേഷിച്ചു വന്നതല്ലേ, പറയാതിരിക്കുന്നത് ശരിയല്ല. അത് പറഞ്ഞുകൊണ്ട് ജോസുകുട്ടി ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.